ഹായ് 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 കുറേ ആയി തോന്നുന്നു ഞാനൊരു MBBS കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പിന്നെ എല്ലാ വർഷത്തെയും ഒരു കസ്റ്റമാണ് എനിക്ക്. ഫസ്റ്റ് ഇയറിൽ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്തും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. സെക്കൻഡ് ഇയർ കഴിഞ്ഞ സമയത്ത് സെക്കൻഡ് ഇയറിനെ കുറിച്ചും അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പൊ തേർഡ് ഇയർ കഴിഞ്ഞു, ഞാൻ ഇനി ഫൈനൽ ഇയർ ആവാൻ പോവാണ്. നിങ്ങൾ എൻ്റെ കുറേ റീൽസ് കണ്ടിട്ടുണ്ടാവും. ഹായ് ഐ എം അഫ്ര, തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. പക്ഷെ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹായ് ഐ എം ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്ന് പറയും. എത്ര പെട്ടെന്ന് ലൈക്ക് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടേ. അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ പോയി അഡ്മിഷൻ എടുത്ത വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ ഫോർത്ത് ഇയറിലേക്ക് ആവാൻ പോവാണ്. ആൻഡ് ദിസ് വീഡിയോ ഇസ് കംപ്ലീറ്റ്ലി അബൌട്ട് ഞാൻ എൻ്റെ തേർഡ് ഇയർ എങ്ങനെയായിരുന്നു എന്നുള്ള വിശേഷം നിങ്ങളോട് പങ്കുവെക്കാനായിരിക്കും. എനിക്കറിയാം കുറേ ആൾക്കാർക്ക് MBBS എങ്ങനെയാണെന്നുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും എന്നുള്ളൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കൊരു 69K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 70K ആവുന്ന സമയത്ത് 70K ആയിക്കഴിഞ്ഞാൽ ഞാനൊരു Q&A ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 70K ആയി കഴിഞ്ഞാൽ ഞാനൊരു Q&A എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് Q&Aകൾ നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഈ അടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. യെസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് Q&A വീഡിയോ ഞാൻ ചെയ്യുന്നു, പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെന്തായാലും ഞാൻ ചെയ്യും. 70K ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു Q&A വീഡിയോ ചെയ്യും, അത് ഉറപ്പ്. MBBS തേർഡ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഹണിമൂൺ പീരീഡ് ആയിരുന്നു ആക്ച്വലി. കാരണം 2 സബ്ജക്റ്റേ ഉള്ളൂ, കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനും. ഈ 2 സബ്ജക്റ്റും ടോട്ടൽ 3 പേപ്പറാണ് ഉണ്ടാവുക. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 3 പേപ്പർ ഉണ്ടാവും, 2 പ്രാക്ടിക്കൽ ഉണ്ടാവും. ഇങ്ങനെയാണ് എക്സാംസ് നടക്കുന്നത്. പിന്നെ അല്ലാത്ത സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇന്റേണൽ, സെക്കൻഡ് ഇന്റേണൽ, തേർഡ് ഇന്റേണലൊക്കെ മെഡിസിൻ അല്ലെങ്കിൽ സർജറി അങ്ങനത്തെ പോലത്തെ സബ്ജക്ട്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ തേർഡ് ഇയർ എന്ന് പറഞ്ഞ സംഭവം. ലിറ്ററലി നമുക്ക് കുറേ സമയം കിട്ടിയ ഒരു വർഷമാണ്, കുറേ നല്ല മെമ്മറീസ് ഉണ്ടാക്കിയൊരു വർഷമാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ തേർഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പോസ്റ്റിംഗ് കയറുന്ന സമയത്ത് നമ്മൾ പോസ്റ്റിംഗ് കയറും. അപ്പോൾ നമ്മൾ സാധാ പോലെ നമുക്ക് രാവിലെ 8 മുതൽ 12 മണി വരെ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം നമുക്ക് ക്ലാസ് ഉണ്ടാവും, ഉച്ചൻ്റെ ശേഷം നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ ലാബ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ SGD ആണ്, അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള CBME കരിക്കുലത്തിൻ്റെ പുതിയ ഒരു മോഡലാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോരുത്തർക്ക് ടോപ്പിക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തർ ഡിവൈഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ 250 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഒരു ക്ലാസ്സിലുള്ളത്. ഈ 250 സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യും, A ബാച്ച്, B ബാച്ച്, C ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബാച്ചിൽ 50 സ്റ്റുഡൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആവുന്ന സമയത്ത് ഈ 50 സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 50 സ്റ്റുഡൻസിൽ റോൾ നമ്പർ വൈസിൽ നമുക്ക് ഓരോരുത്തർക്ക് ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും. ആ ടോപ്പിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. പിന്നെ കുറേ ആൾക്കാരുടെ ഡൗട്ട്, ഈ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. യെസ്, നമ്മൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷിലാണ് നമ്മൾ PPT ഉണ്ടാക്കുക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഇംഗ്ലീഷിലാണ്, നമ്മൾ എക്സാം എഴുതുന്നതും ഇംഗ്ലീഷിലാണ്. പിന്നെ ഈ നിങ്ങൾ 10th വരെ മലയാളം മീഡിയം പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് +1 +2 ഇംഗ്ലീഷിൽ പഠിച്ച് കഴിഞ്ഞ സമയത്ത് കഴിയും. അതിലെ ടേംസൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പഠിക്കും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് കോളേജിൽ കയറുന്ന സമയത്തൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സെമിനാറൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വേണമെങ്കിൽ മലയാളത്തിലും പ്രസൻറ്റ് ചെയ്യും. പിന്നെ ഈ ക്ലാസ് ഓൾ ഇന്ത്യ കോട്ടയിൽ കയറുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം നോൺ മലയാളീസ് ഉള്ളത് കൊണ്ട് ക്ലാസ് മൊത്തം ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. പക്ഷേ ചില മലയാളം കൂട്ടി പറയാം, മലയാളം കൂട്ടിയിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കട്ടെ. അപ്പം അതിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ സെമിനാറുകളും കുറേ പോസ്റ്റിങ്സും പോസ്റ്റിങ്ങും എഴുതിയൊരു വർഷമാണ് തേർഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് സ്റ്റിൽ കുറേ ഫ്രീ ടൈം കിട്ടിയൊരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കുറേ മെമ്മറീസ് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആണ്. കാരണം നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. തുടങ്ങിയ ആൾക്കാരുണ്ട്, ഓക്കെ, ഒബ്വിയസ്ലി അതുണ്ടാവില്ല എന്തായാലും. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടും ഞാൻ എജുപോർട്ടിൽ വർക്ക് ചെയ്യുന്നതും DNA ലേണിങ്ങിൽ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഈ തേർഡ് ഇയർ എന്ന് പറഞ്ഞുള്ളൊരു സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആകാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കുറേ റീൽസ് ഉണ്ടാക്കി, വോയിസ് ഓവർ വീഡിയോസ് ഉണ്ടാക്കി. അപ്പോൾ അതിനൊക്കെ എനിക്ക് കുറേ സമയം കിട്ടിയതാണ് ഈ തേർഡ് ഇയറിന്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഓർമ്മിച്ച് വെക്കാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇൻ്റർസോണും നോർത്ത് സോണും. കഴിഞ്ഞ വർഷവും ഞാൻ ഒപ്പനയ്ക്ക് കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം ഇൻ്റർസോൺ നമ്മുടെ കോളേജിൽ വരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. കാരണം ഞങ്ങൾക്ക് സ്റ്റഡി ലീവൊക്കെ ആണ്. സ്റ്റഡി ലീവ് ആട്ടോ ഫ്രീ ആയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒപ്പനയ്ക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒപ്പനൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പനയിലുള്ള എല്ലാ കുട്ടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ജൂനിയേഴ്സാണ്. അപ്പോൾ അവരുടെ എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് നോർത്ത് സോൺ നടന്നു, മഞ്ചേരി വെച്ചിട്ടായിരുന്നു. പിന്നെ ഇൻ്റർസോൺ നടന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മെമ്മറി ഒരു ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എലക്ടീവ്സ് വന്നത്. ഞാൻ എലക്ടീവ്സിൻ്റെ വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓങ്കോ സർജറി, മൈക്രോബയോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. മൈക്രോബയോളജി ഹാൻഡ് ഹൈജീൻ ആയിരുന്നു. പക്ഷെ ഓങ്കോ സർജറിയിലെത്തിയ സമയത്ത് ഇതുവരെ ഞങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. നമ്മളൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി നമുക്ക് കാണാനോ ഒബ്സർവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ.
സർജറിയിൽ ലൈക്ക് തേർഡ് ഇയറിലൊക്കെ. പക്ഷെ ഓങ്കോ സർജറിയിൽ കയറിയ സമയത്ത് നമുക്ക് അസിസ്റ്റ് ചെയ്യാനും പറ്റി. നമ്മൾ കൂടുതലായിട്ട് സ്ക്രബിനൊക്കെ ചെയ്തിട്ട് ഡോക്ടർ ഉണ്ടാവും, മെയിൻ ഡോക്ടർ ഉണ്ടാവും, പിന്നെ നമ്മളൊരു അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളുണ്ടാവും. അപ്പോൾ നമ്മൾ പിടിച്ചു കൊടുക്കലും നമ്മൾ സൂചറിയലും അതിനൊക്കെ നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അപ്പോൾ തേർഡ് ഇയർ അങ്ങനെ വളരെ മെമ്മറബിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്റ്റംബറിലായിരുന്നു ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒക്ടോബറിലായ സമയത്താണ് ഈ എലക്ടീവ്സ് നടക്കുന്നത്, മൈക്രോബയോളജിയും പിന്നെ ഓങ്കോ സർജറിയും. അത് കഴിഞ്ഞ് നവംബറിൽ നമുക്ക് അവസാനത്തെ ഫൈനൽ ഇന്റേണൽ എക്സാംസ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രീ ആയി. ഡിസംബറിൽ സ്റ്റഡി ലീവാണ്, ജനുവരി ഫസ്റ്റ് വീക്ക് എക്സാം. അപ്പോൾ ഡിസംബറിലാണ് ഞാൻ കാശ്മീർ ട്രിപ്പ് പോയത്. അതിൻ്റെ റീൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പം കാശ്മീരിൽ ട്രിപ്പ് പോയി. അങ്ങനെ ട്രിപ്പ് പോകാൻ കിട്ടിയൊരു ചാൻസ് കിട്ടിയ ഒരു വർഷമാണിത്. ഈ വർഷം തന്നെയാണ്, തേർഡ് ഇയറിൽ തന്നെയാണ് ഞാൻ മുംബൈയിൽ മെഡിക്കൽ ക്രിയേറ്റേഴ്സിൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കുറേ മെമ്മറീസും കോളേജിൽ നിന്നാണെങ്കിലും കുറേ മെമ്മറീസ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും നമുക്ക് പേഴ്സണൽ ടൈമും പേഴ്സണൽ സ്പേസും എടുക്കാൻ പറ്റിയൊരു വർഷം കൂടി പറഞ്ഞതാണ് ഈ തേർഡ് ഇയർ എന്ന് പറഞ്ഞാൽ. ഇപ്പം സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അയ്യോ കുറേ ഉണ്ടല്ലോ പഠിക്കാനൊക്കെ വിചാരിച്ച് നിൽക്കുന്നത്. പക്ഷെ തേർഡ് ഇയർ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് നിങ്ങളൊന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ പേരും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കിയ വർഷം തന്നെയായിരിക്കും തേർഡ് ഇയർ. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കേട്ടോ, എനിക്ക് കുറേ എന്താ പറയുക, ഡിപ്രഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, മൂഡ് സ്വിങ്സ് ഉണ്ടായിട്ടുണ്ട്, കുറേ ഡൗൺഫാൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ചവിട്ടി മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ജേർണൽ പറഞ്ഞ സംഭവം ഉണ്ട്, ചെറിയ ബുക്കാണ്. അതിൽ ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ ഒന്നല്ല കേട്ടോ, സാധാരണ നമ്മൾ സങ്കടം വരുന്ന സമയത്താണല്ലോ നമ്മൾ ഡയറി ചെയ്തെന്നുള്ള പോലെ. അപ്പോൾ എനിക്ക് സങ്കടം വരുന്ന സമയത്ത് ഞാൻ ഈ ജേർണൽ ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമാവുന്ന സമയത്ത്, എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നിരിക്കുന്ന സമയമാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ, ഇപ്പം എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഞാൻ ഈ ജേർണൽ ചെയ്തു. ഈ ജേർണൽ ഞാൻ എന്നിട്ട് ഓരോ ഡേറ്റ് ചെയ്തിട്ട്, ഇപ്പം ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡേറ്റ് ഒക്കെ എഴുതിയിട്ട് ജേർണൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് എഴുതിയത് ഓർമ്മയുണ്ടാവില്ല. ഞാനൊരു 2-3 മാസം കഴിഞ്ഞിട്ട് ഈ സംഭവം എടുത്തു നോക്കുന്ന സമയത്ത് അന്ന് ഞാൻ എത്ര വിഷമിച്ചിട്ടാണോ ആ ജേർണൽ ചെയ്തത്, ഞാനൊക്കെ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത്. കാരണം ആ ഒരു സമയം കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സക്സസ് ആവുന്നുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് ഫുൾ ഡൗൺഫോൾ ഉണ്ടായിരുന്നത് എന്നുള്ള സംഭവം. അങ്ങനെ ഞാനൊരു ജേർണൽ കീപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ്പ് എ ജേർണൽ. എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഫീൽഡിൽ എന്തായാലും വേണ്ടി വരും. കാരണം ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ, ഞാൻ പറയട്ടെ, ഈ കോഴ്സ് തന്നെ അങ്ങനെയാണ്. നമ്മൾ സ്റ്റേബിളായിട്ട് പോകുന്നതല്ല. ചില ദിവസം ഭയങ്കര സങ്കടമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊക്കെ നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും എക്സാം പാസ്സാവില്ല, അല്ല എത്ര പഠിച്ചാൽ തീരെ എഫേർട്ട് ഇടാത്ത എക്സാം അല്ലപ്പോൾ നമ്മൾ പാസ്സായി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പം ഒരു ജേർണലൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഇതിപ്പം മെഡിസിൻ മാത്രമല്ല, നിങ്ങൾ ഏത് കോഴ്സാണെങ്കിലും അങ്ങനെ ജേർണലൊക്കെ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, 2025 എന്ന് പറയുന്നത് തേർഡ് ഇയർ കേട്ടോ, 2025 ജനുവരി, എനിക്കൊന്നും ഫെബ്രുവരിയിൽ നമുക്ക് ക്ലാസ് തുടങ്ങിയത്. ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായൊരു വർഷമാണ്. പക്ഷെ എൻ്റെ ഇൻസ്റ്റയും യൂട്യൂബും അത്യാവശ്യം നല്ലോണം ഞാൻ പണിയെടുത്തൊരു വർഷം കൂടി തന്നെയാണ് 2025. എൻ്റെ തേർഡ് ഇയർ എന്ന് പറഞ്ഞത് നല്ല ഓർമ്മകൾ, എൻ്റെ ഫ്രണ്ട്സിന് കൂടെയുള്ള നല്ല ഓർമ്മകൾ, അല്ലാതെയും എനിക്ക് കിട്ടിയ കുറേ നെറ്റ്വർക്കിംഗ് ഒക്കെ കിട്ടിയൊരു വർഷമാണ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് 2026-ലാണ്. 2026 തുടങ്ങി, പക്ഷെ ഇപ്പോഴും റെസൊല്യൂഷൻ അങ്ങനത്തെ സംഭവമല്ല. ഞാൻ റെസൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഞാനൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം 1-ാം തീയതി മുതൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടാർഗറ്റുകളുണ്ട്. നമുക്കത് ശരിയാവില്ല എന്നൊക്കെ നോക്കാം. നടന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ടാർഗറ്റൊക്കെ അച്ചീവ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫൈനൽ ഇയർ തുടങ്ങും ഫെബ്രുവരിയിൽ. അതിന് മുന്നേ ഇപ്പം എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. 19-ാം തീയതി എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ബാക്കിയുണ്ട്. അതിന് മുന്നുള്ളൊരു റെസ്റ്റിംഗ് പീരീഡാണിത്. ഈ സമയത്ത് ഈ സ്റ്റഡി ലീവ് എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. പിന്നെ ഈ MBBS ലീവൊക്കെ ഉണ്ടാവും എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 1 മാസം 1.5 മാസമൊക്കെ സ്റ്റഡി ലീവ് ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളൊരു പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന, ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ടൈം കൊടുക്കുക ഈ സ്റ്റഡി ലീവിലാണ്. ഇനി ക്ലാസ്സസ് തുടങ്ങിയാൽ എനിക്ക് ഇപ്പോൾ ഒരു ഒഴിവും ഉണ്ടായിരുന്നു വരില്ല. ഇപ്പം എൻ്റെ റൂം എന്നെ ഇപ്പോൾ ഒഴിഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം എല്ലാവരും വീട്ടിലാണുള്ളത്. എൻ്റെ ഹോസ്റ്റലിലത്തെ റൂം കേട്ടത്. അപ്പം പിന്നെ നമ്മൾ ഫുൾ ബിസി ആവും. പിന്നെ എൻ്റെ കണ്ടൻസ് തന്നെ കുറയാൻ തുടങ്ങും. ബട്ട് സ്റ്റിൽ MBBSും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൊണ്ടുപോകാനൊക്കെ വളരെ സുഖമാണ്. ഇനി ഫൈനൽ ഇയർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറ്റി പറയാൻ മതി, അതും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ലവ് ദിസ് കരിയർ എന്ന് പറയാൻ പറ്റില്ല, ഐ ലവ് ദിസ് കോഴ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടെടുത്തിട്ട് ഞാൻ കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗം. ബട്ട് സ്റ്റിൽ ഐ ലവ് ദിസ് കോഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇതിലേക്കൊക്കെ വരാൻ, ജോയിൻ ചെയ്യാനൊക്കെ. അത്രേ ഉള്ളൂ. എനിക്ക് ജസ്റ്റ് നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുറേ ആയാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്.
പിന്നെ അടുത്ത വീഡിയോസൊക്കെ കാണാം, റീൽസും ഷോർട്സൊക്കെ നിങ്ങൾ കാണാം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും കാലം അങ്ങനെ പിടിച്ചിരിക്കുന്നതും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ബാക്കിയുള്ള എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ Q&Aയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇടും കേട്ടോ. ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റ് ആക്കി ഇട്ടാൽ മതി. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ബൈ ബൈ. പിന്നെ 10th സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റഡി പ്ലാന്, +2ൻ്റെ സ്റ്റഡി പ്ലാന് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയായിരുന്നു ഞാനിപ്പം. ഞാൻ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഒട്ടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.